നമസ്കാരം. പലരുടെയും വീടുകളിൽ വരുന്ന പക്ഷി തന്നെയാണ് കാക്ക. കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു. കാക്കയുമായി ബന്ധപ്പെട്ട് പല ശുഭകരമായ ലക്ഷണങ്ങൾ പരാമർശിച്ചു കാണുന്നു. കാക്ക വീടുകളിൽ വരുമ്പോൾ ചില ശുഭകരമായ ലക്ഷണങ്ങൾ തരുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ ശുഭകരം തന്നെയാകുന്നു. കാരണം കാക്ക അപൂർവങ്ങളിൽ മാത്രം നൽകുന്ന സൂചനയാണിത്. അതിനാൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ ലക്ഷണങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതല്ല എങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതും അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നൽകുന്ന ചില സൂചനകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഇതാണ്. കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ അഥവാ സ്വർണം നിറത്തിലുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ, അത് നിങ്ങളുടെ പറമ്പിലോ വീട്ടിലോ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണമായി കരുതുന്നു. പൂവോ തുണിയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആകാം. ഇത്തരത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് ധനപരമായ നേട്ടങ്ങൾക്കോ അതല്ല മംഗളകരമായ സംഭവങ്ങൾ സംഭവിക്കുകയോ സൂചനയാകാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ധനപരമായ നേട്ടത്തിന് പുറമെ മനസ്സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനുള്ള അവസരം ഉണ്ടാകാൻ പോകുന്നുവെന്നും ഓർക്കേണ്ടതാണ്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മണ്ണ് അഥവാ പച്ചമണ്ണ് കൊണ്ട് വന്ന് ഇടുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണെന്നും പറയാം. ഇത്തരം ലക്ഷണത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ആ വീടുകളിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വരാൻ പോകുന്നു, അതല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന്, ആ വ്യക്തികൾക്ക് ധനപരമായ അനേകം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് അപൂർവങ്ങളിൽ മാത്രം കാക്ക നൽകുന്ന സൂചനയായിട്ടാണ്. തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാക്ക വീടുകളിൽ വരുന്നതും വീടുകളിൽ നൽകുന്ന ആഹാരം ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ നൽകുന്ന ആഹാരം കാക്ക സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ ലക്ഷണം തന്നെയാണ്. ശനിപ്രീതിയും പൃഥ്വിപ്രീതിയും ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അതിനാൽ തന്നെ ആ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ ദേവതയുടെ കടാക്ഷത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ദോഷഫലങ്ങളെല്ലാം അകന്ന് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാകുന്നു എന്നതാണ്. അതിനാൽ ഈ ലക്ഷണവും ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കാക്ക വീടുകളിൽ വരുന്നുണ്ട് എങ്കിലും നിത്യവും വരണമെന്നില്ല. എന്നാൽ ചില വീടുകളിൽ നിത്യവും കാക്ക വരുന്നതായി കാണാം. ഒരു ദിവസം പോലും മുടങ്ങാതെ കാക്ക വീടുകളിൽ വരികയാണെങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും നിങ്ങൾ നൽകുന്ന ആഹാരം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപൂർവങ്ങളിൽ മാത്രം നൽകുന്ന ഒരു ലക്ഷണമാണ്. കാരണം വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, ശുഭകരമായ കാര്യങ്ങൾ എല്ലാം വന്നുചേരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. കാരണം ആ വീടുകളിൽ ശനിപ്രീതിയും ഈശ്വരകടാക്ഷവും വർദ്ധിക്കുന്നതായി ഇതിലൂടെ മനസ്സിലാക്കാം. അതിനാൽ ഇത്തരം ഈ ലക്ഷണം വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതാണ്. എല്ലാവരുടെയും ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.